കൊഞ്ച് ബിരിയാണി വെക്കാം. എന്തായാലും കൊഞ്ച് വാങ്ങിച്ച് മാരിനേറ്റ് ചെയ്ത് ഇന്നലെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നതെടുത്ത് കൊഞ്ച് ബിരിയാണി ആക്കാം. ബാ, കൊഞ്ച് ബിരിയാണിക്ക് നമ്മൾ ആദ്യമായിട്ട് രണ്ട് ടൈപ്പിൽ നമുക്ക് സവാള എടുക്കണം. ഒന്ന് നമുക്ക് മസാലയ്ക്ക്, കൊഞ്ചിൻ്റെ മസാലയ്ക്ക് എടുക്കണം. പിന്നെ കുറച്ച് അത് ഈ 2 എണ്ണം നമുക്ക് വറുത്ത് ഫ്രൈ ചെയ്തിടാനെടുക്കാം. ഈ 3 എണ്ണം മസാലയ്ക്ക് എടുക്കണം. നമുക്ക് ആദ്യം ഞാൻ 2 സൈസിലായിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഈ 2 സവാള ഒന്ന് വറുത്ത് കോരിയെടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ നമുക്ക് വറുത്ത് കോരിയെടുക്കാമേ. ഇത് നന്നായിട്ട് എൻ്റെ ഭയങ്കര ശത്രുവായി സാധനം. ഇത് കാണുമ്പോഴേ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരിക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ട് തരാമേ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകി ഒന്ന് കുതിരാൻ വെക്കാം. വലിയ സമയമൊന്നും കുതിരാൻ വെക്കണ്ട. മറ്റേ റൈസ് ആയതുകൊണ്ട്, ജീരകശാല ആയതുകൊണ്ട് ഒന്ന് അരി കഴുകി വെക്കാം. ഇത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉള്ളി. നല്ല ടേസ്റ്റ് ചെയ്യും വെളിച്ചെണ്ണ കിടന്ന് വറുത്ത് കറുമുറാന്നിരിക്കുന്നു ഉള്ളി കഴിക്കാൻ. ഉള്ളി വറുത്ത് കോരിയിട്ടുണ്ട്. കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കിസ്മിസ് വേണം. അതിന് പക്ഷേ കിസ്മിസ് എന്തെങ്കിലും ഇല്ല, അതുകൊണ്ട് ക്യാഷ്യൂ മാത്രം വെക്കാം. എന്നാലും കുറച്ചുകൂടെ കിടക്കട്ടെ. അപ്പോൾ ഇതും കൂടി ഒന്ന് വറുത്ത് കോരി ഇതിന് പിടിക്കാം. മതി. നമ്മുടെ അരി ഇല്ല, വെള്ളം തിളയ്ക്കുന്നത് നല്ലതായിട്ട്. അരി ഇടാം. ബാ, അരി അവിടെ കിടന്ന് തിളച്ച് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാനിന്നലെ 1/2 കിലോ പ്രോൺസാണ് അത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസാണ്. അത് നമുക്ക് ആ ക്യാഷ്യൂ ഒക്കെ വറുത്ത് കോരിയാൽ അപ്പം എണ്ണയിലേക്ക് തന്നെ തട്ടാം. തീയൊക്കെ കുറച്ച് ദൂരെയൊക്കെ മാറി എണ്ണ ഇടുക. അയ്യോ, അതിന് ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിയും. എന്തോ പൊട്ടിത്തെറിക്കുന്നു. വെള്ളം ഇറങ്ങും. എന്നിട്ട് ഈ കൊഞ്ചിന് വലിയ വേവില്ല കേട്ടോ. ഇതിനെ ചുരുങ്ങാൻ തുടങ്ങും. എന്താ, വെള്ളം ഇറങ്ങി തുടങ്ങി. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. 2 ഗ്ലാസ് അരിയാണ് ഇട്ടത്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ഊറ്റി മാറ്റി വെക്കാതെ ഒന്ന് ആലോചിക്കത്തില്ല പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കൊഞ്ചൊന്ന് ഫ്രൈ ആയി വരണം. പിന്നെ ആ ചോറൊന്ന് വെന്ത് വരണം. പിന്നെ നമുക്ക് അതിനുശേഷം കൊഞ്ചെടുത്തതിന് ശേഷം നമുക്ക് കൊഞ്ചിനുള്ള മസാല തയ്യാറാക്കാം. പ്രോൺസ് ഒത്തിരി നേരം ഇട്ട് വേവിക്കരുത്, റബ്ബർ പോലെ ആയിപ്പോവും. നമ്മുടെ പ്രോൺസ് ഒരു 7 മിനിറ്റൊക്കെ, ഒരു 7 മിനിറ്റ്, 7 മിനിറ്റൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് കോരി മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ എണ്ണയ്ക്കകത്ത്, അതേ എണ്ണയിൽ തന്നെ നമുക്കിതിൻ്റെ മസാലയും തയ്യാറാക്കാം. അരി ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിൽ കിടന്ന് വേവേണ്ടത്. അപ്പം നന്നായിട്ട് വേവുന്നതിന് മുമ്പ് ഇത് ഞാൻ ഊറ്റി മാറ്റുവാണ്. അപ്പോൾ നമുക്ക് പ്രോൺസ് വറുത്ത് കോരി എണ്ണയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ആള്
കൊഞ്ച് ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പ്രോൺസ് ബിരിയാണി ഇതിനകത്ത് കൊഞ്ച് ബാക്കി ഉണ്ടെങ്കിൽ പ്രോൺസ് ബിരിയാണി ആക്കുന്നതാണ്, ഇല്ലെങ്കിൽ വെറും ബിരിയാണി ആക്കുന്നതാണ്. അപ്പം ഞാനിതിൽ 2 ചെറിയ തക്കാളി കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. അതായത് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടേസ്റ്റാണെങ്കിൽ അത് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിക്കാൻ. തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പ്രോൺസ് വിട്ട് ചേർത്ത് തന്നെ മസാലയ്ക്ക് ആവശ്യം ചോറിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കുറച്ചുണ്ട്. കുറച്ച് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത്. ഇപ്പം നമ്മുടെ രാജാവിനെ ഇതിനകത്ത് ചേർക്കാം. അതല്ല, വെളിച്ചെണ്ണ ഹെൽത്തി സാധനമാണ്. നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്കിത് ദമ്മിടണം. ഇനി കുറച്ച് വറുത്ത ഉള്ളി ഇവിടെ ഇതിനകത്ത് ഇടുവാണ്. വറുത്ത സവാള, പ്രോൺസ് മസാല ഒക്കെ ആയിട്ടുണ്ട്. ഇടാവേ. ആദ്യം നമുക്ക് ലാവിഷായിട്ട് ഇച്ചിരി നെയ്യിക്കാം. ആദ്യം കുറച്ച് വൈറ്റിടാവേ. റൈസ് ഇട്ടു. ഈ മസാല നമ്മൾ ഇളക്കിട്ടെ. ഈ മസാല ഉണ്ടല്ലോ ചപ്പാത്തി കഴിക്കാൻ സൂപ്പറാണ്. ചപ്പാത്തി ഈ മസാല ചപ്പാത്തിക്ക് സൂപ്പറാണ്. ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മൾ കുറച്ച് ഫ്രൈഡ് ഒനിയന്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വേണ്ടിയത് ആവശ്യമില്ല. കിസ്മിസ് ഇടാനില്ല. 1 സെക്കൻഡ്. പിന്നെ അത് കുറച്ച് ഇവിടെ ആർക്കും മല്ലിയില ഇഷ്ടമില്ലാത്തത് കാരണം കുറച്ച് മല്ലിയില, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറഞ്ഞു പോയി. അത് അത്രയും കിടക്കട്ടെ. ബാക്കി നമുക്ക് കുറച്ച് നെയ്യ് വയ്ക്കണം. ചോറ് കൂടി നമുക്ക് ഇതിനകത്താണ് നിരത്താണ്. ബോർഡ് വരികയായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫിനിഷിങ് ചെയ്യാം. കുറച്ച് മല്ലിയില, ഒരു അഭ്യർത്ഥനയും ഞാൻ കുറച്ച് മല്ലിയില ഇട്ടുള്ളൂ. പിന്നെ നിറച്ച് എൻ്റെ ഫേവറേറ്റ് സാധനമായ ഫ്രൈഡ് ഒനിയൻ ഇട്ടു. ഈ ഒനിയനും ഈ ഇതുമൊക്കെ ഇങ്ങനെ വറുത്തിടുമ്പോഴേ ഒരു ലുക്ക് വരത്തുള്ളൂ ബിരിയാണിക്ക്, അല്ലേ? പിന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഒഴിക്കാമേ. അപ്പോൾ നമുക്കിത് ദമ്മിടാമേ. ഇത് 2 മിനിറ്റ് ലോ ഫ്ലെയിം വെക്കുക. നല്ല ഫ്ലേവർ ആ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം.